നമുക്കേറെ പ്രിയങ്കരനായ നമ്മുടെ ഈ നിയോജകമണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി വീണ്ടും ജനവിധി തേടുന്ന ശ്രീ സച്ചിൻ ദേവ്, CPIയുടെ ജില്ലാ കാര്യദർശി ഗവാസ്, LDFന്റെ ജില്ലാ കൺവീനർ മുക്കം മുഹമ്മദ്, ജനറലിന്റെ കാര്യദർശി വി കുഞ്ഞാലി ഉൾപ്പെടെ സദസ്സിലും വേദിയിലും സന്നിഹിതരായിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഈ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ പ്രാധാന്യവും അതേപോലെ തന്നെ കഴിഞ്ഞ 10 വർഷങ്ങൾക്ക് കൊണ്ട് കേരളം കൈവരിച്ചിട്ടുള്ള വികസന വിപ്ലവങ്ങളെക്കുറിച്ച് ഒക്കെ തന്നെ വളരെ സവിസ്തരം ഇവിടെ പ്രതിപാദിക്കപ്പെട്ടു കഴിഞ്ഞു. നമുക്കറിയാം 2016 ശേഷം അതിന് മുമ്പുള്ള ശ്രീ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റ് ഇവിടെ ഭരണം നടത്തിയിരുന്നു. ആ കാലഘട്ടത്തിൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ ആരോഗ്യ മേഖലയുടെ സ്ഥിതി നമുക്കറിയാം. നിങ്ങളൊക്കെ മനസ്സിലാക്കിയതുപോലെ ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റിൽ ആരോഗ്യ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന കോൺഗ്രസിന്റെ മന്ത്രി ഉൾപ്പെടെ ആരോഗ്യ വകുപ്പ് കൈകാര്യം ചെയ്തപ്പോൾ ഉണ്ടായിട്ടുള്ള കോടിക്കണക്കിന് രൂപയുടെ അഴിമതി ആരോപണങ്ങൾ, ഹോസ്പിറ്റലുകളിലും മറ്റും അത്യാവശ്യത്തിന് വേണ്ടുന്ന ഉപകരണങ്ങളും മരുന്നുകളും ലഭിക്കാത്ത അവസ്ഥ, അതേപോലെ തന്നെ UDF ഗവൺമെന്റ് ശ്രീ അബ്ദുൾ റബ്ബ് വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തപ്പോൾ വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥിനികൾക്ക് പാഠപുസ്തകങ്ങൾ ലഭിക്കാത്ത അവസ്ഥ, നേരത്തെ ഗവാസ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ നാഷണൽ ഹൈവേയുടെ വികസനത്തിന്റെ ഫയല് ചുരുട്ടി മടക്കി തിരിച്ച് ഉദ്യോഗസ്ഥന്മാർക്ക് തിരിച്ചു കൊടുത്ത ഉമ്മൻചാണ്ടി യാതൊരു കാരണവശാലും കേരളത്തിൽ ഈ വികസനം നാഷണൽ ഹൈവേ സാധ്യമല്ല എന്ന് വിധിയെഴുതിയ ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് അങ്ങനെ എല്ലാ രംഗത്തും വികസന മുരടിപ്പ് കാഴ്ചവെച്ച ഒരു കാലഘട്ടത്തിൽ നിന്ന് ഭിന്നമായി ശ്രീ കേരളത്തിന്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിൽ വരികയുണ്ടായി. അസാധ്യമാണ് എന്ന് കരുതിയതൊക്കെ തന്നെ സാധ്യമാക്കിയ ഒരു ഗവൺമെന്റാണ് കഴിഞ്ഞ 10 വർഷക്കാലം കേരളം സാക്ഷ്യം വഹിച്ചത് എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടതുണ്ട്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചല്ലോ, കേന്ദ്ര ഗവൺമെന്റ് പ്രളയം, നിപ്പ, അങ്ങനെ പ്രകൃതിക്ഷോഭങ്ങൾ ഒക്കെ ഉണ്ടായപ്പോ കേരളത്തിന് അർഹതപ്പെട്ട നികുതി വിഹിതം നൽകാതെ, GST വിഹിതം നൽകാതെ കേരളത്തെ തീരെ അവഗണിച്ച ഇന്ത്യയുടെ മുടിയനായ പുത്രൻ ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് കേരളത്തെ പാടെ അവഗണിച്ചപ്പോ അതിൽ നിന്നൊക്കെ ഭിന്നമായി കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു വികസന മുന്നേറ്റം അടിസ്ഥാന മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും എങ്ങനെ സർവോത്മകമായ ഒരു വികസന കുതിച്ചുചാട്ടത്തിന് കേരളം സാക്ഷ്യം വഹിക്കുന്നത് നാം കാണുകയുണ്ടായി. ഈ രാജ്യത്തിലെ ജനങ്ങൾക്ക് വേണ്ടത് എന്താണ്? ഈ രാജ്യത്തിലെ അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കൾക്ക് തൊഴിൽ ലഭ്യമാക്കാൻ ആവശ്യമായ വലിയ വലിയ പദ്ധതികൾ വ്യവസായ വകുപ്പിന്റെ പ്രഗത്ഭനായ വ്യവസായ മന്ത്രി ശ്രീ രാജീവിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ